ഹായ് ഹലോ ഓൾ. നമ്മൾ ലാസ്റ്റ് മന്ത് തേക്കടി ട്രിപ്പ് പോയായിരുന്നു. അവിടെ ഒരു എലിഫൻറ്റ് ജംഗ്ഷൻ എന്ന സ്ഥലത്ത് പോയി. അതിൻ്റെ വ്ളോഗാണിത്. അപ്പോൾ എലിഫൻറ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് നമുക്ക് ആനപ്പുറത്ത് സഫാരി നടത്താൻ പറഞ്ഞൊരു സ്ഥലമാണ്. നമ്മൾ ചെന്നത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. അവിടെ 3 ആനയുണ്ടാവും, അതിൽ 2 ആന ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്താണ് അവിടെ ഒരു ചേച്ചി ലൈവായിട്ട് ഫോട്ടോസ് വരച്ചു കൊടുക്കുന്നുണ്ടത്. 15 മിനിറ്റ് കൊണ്ട് വരച്ചു കൊടുക്കും, 300 രൂപ. ആ ചേച്ചി ലൈവായിട്ട് അപ്പോൾ തന്നെ ഫോട്ടോയും വരച്ചു കൊടുക്കുമായിരുന്നു. ഫോട്ടോസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നോക്കിയും വരച്ചു കൊടുക്കുമായിരുന്നു. ഇത് കുറേ നേരം കണ്ടെങ്കിൽ കുക്കുടിന് ഒരു ആഗ്രഹം, കുക്കുടിന് ഇരിക്കണം. പിന്നെ കുക്കുട് ഇരുന്ന് കൊടുത്തു. സത്യം പറയാലോ 15 മിനിറ്റ് കൊണ്ട് ആ ചേച്ചി അടിപൊളിയായിട്ട് വരച്ചു. അതിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണെങ്കിൽ ഫോട്ടോയും നോക്കും, അവളെയും നോക്കിക്കൊണ്ടിരിക്കുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ചേച്ചിനെ സമ്മതിക്കണം. കാരണം 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് അധികം റബ്ബർ പോലെ യൂസ് ചെയ്യാനാണ് ആ ചേച്ചി വരച്ചത്. ലാസ്റ്റ് എങ്ങാണ്ടാണ് ഇച്ചിരി റബ്ബർ യൂസ് ചെയ്തത്. അടിപൊളിയായിട്ട് വരച്ചു കൊടുത്തു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു പുള്ളിക്കാരി ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ ആ പുള്ളിക്കാരി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ലാസ്റ്റ് പറഞ്ഞു ഷീ ഈസ് സോ ക്യൂട്ട്ന്ന്. അത് കേട്ടോ എനിക്ക് ചിരി വന്നു. ഈ ചേച്ചിക്ക് അവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുടുംബം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സമയത്ത് സുജിത്ത് ഫുഡ് കഴിക്കാൻ പോയിക്കിരുന്നു ആ വരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ സുജിത്ത് തിരിച്ചു വന്നപ്പോഴേക്കും അവൾ അതും കൊണ്ട് വൻ ഹാപ്പിയായിരുന്നു. കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചിട്ടിരിക്കുമായിരുന്നു. അടിപൊളിയല്ലേ, വലിയ കുട്ടിയായി. അങ്ങനെ ഞങ്ങൾ വരയിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ആന എത്തി. ആദ്യം കുക്കുടിനെ കയറ്റിയിരുത്തി, പിന്നെ ഞാനും സുഹിത്തും ബാക്കിലായിട്ടിരുന്നു. ഞാൻ വിചാരിച്ചത്ര സിമ്പിൾ അല്ലായിരുന്നു ഈ ആനപ്പുറത്ത് കയറുള്ള സഫാരി. ഭയങ്കരമായിട്ട് എനിക്ക് പേടിയായി. ഞാൻ ഇപ്പം വീഴുന്ന് പറഞ്ഞ് പേടിച്ചൊക്കെയാണ് ഇരുന്നത്. ആദ്യത്തെ ഇരിപ്പും ശരിയല്ല, പിന്നെ ഒന്നും കൂടി ഇറങ്ങി കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഇരിപ്പൊക്കെ ഒന്ന് ശരിയായത്. ആന ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കുലുക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. വീഴുമോ എന്ന്. പക്ഷെ കുക്കുടിനും വലിയ പേടിയൊന്നും ഉണ്ടായില്ല കേട്ടോ. സുജിത്തിനും പേടി ഉണ്ടായില്ല, എനിക്ക് മാത്രമായിരുന്നു പേടി. അവർ രണ്ടുപേരും എൻജോയ് ചെയ്തു. അവിടെ പിന്നെ പാപ്പാമാരും ഇപ്പം നല്ല വീഡിയോഗ്രാഫർമാർ, അപ്പോൾ അവരെടുത്ത് തന്ന വീഡിയോ ആണിത്. ശരിക്കും ഇത് പിന്നെ വന്ന് കണ്ടപ്പോഴേക്കും പട്ടാഭിഷേകത്തിലെ പാട്ടാണ് ഓർമ്മ വന്നത്. പക്ഷെ ഞങ്ങളുടെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആ പാട്ട് ബാക്ക്ഗ്രൗണ്ട് സോങ് ആയിട്ട് ഇടുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും ചെറിയ ഡിസ്റ്റൻസ് പോയുള്ളെങ്കിലും ഞങ്ങളിത് എൻജോയ് ചെയ്തു. ഞാനും സുഹിത്തും കുക്കുടും എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്തു. ഇനിയൊരു പ്രാവശ്യം ആനയുടെ പുറത്ത് കയറുമെന്ന് വെച്ചാൽ ഞാൻ കയറില്ല, കാരണം ഞാൻ അത്രയ്ക്ക് പേടിച്ചു. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആനയുടെ പുറത്തുനിന്നും ആനയുടെ കൂടെയും ഒക്കെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. സോ എന്തായാലും തേക്കടി പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ എലിഫൻറ്റ് ജംഗ്ഷൻ കൂടെ ഒന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.